നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി പറയുന്ന പ്രോഗ്രാമാണിത്. എന്ത് കാര്യങ്ങളും പറയാം, വാഹനത്തിൻ്റെ കുറ്റം പറയാം, അതുപോലെ ഗുണങ്ങൾ പറയാം, നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ നിന്ന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെപ്പറ്റി പറയാം, വാഹനം വാങ്ങിച്ചപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് എന്തും പറയാവുന്ന ഒരു പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളെ വാഹനത്തെപ്പറ്റി പറയാനുള്ളൊരു വേദി ഇതുവരെ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും റാപ്പിഡ് ഫയർ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്ന ടൂർമാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അതായത് ഈ ഒരു ടൂർ കമ്പനിയെ പറ്റി നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഓഗസ്റ്റ് 6-ന് ടൂർമാക്സിൻ്റെ ഒരു കസാഖിസ്ഥാൻ യാത്രയുണ്ട്. അതിൽ ഞാനുമുണ്ട്. ഫസ്റ്റ് ട്രിപ്പിൽ ഞാനും കൂടെ പോകുന്നുണ്ട്. അൽമാട്ടി എന്ന നഗരത്തിലേക്കാണ് പ്രധാനമായിട്ടും ആ യാത്ര പോകുന്നത്. അൽമാട്ടി എന്ന് പറയുന്നത് കസാഖിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമാണ്. പക്ക യൂറോപ്യൻ നഗരമാണെന്നുള്ളതാണ് ആ ഒരു നഗരത്തിൻ്റെ പ്രത്യേകത. ആ നഗരത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു കേബിൾ കാറിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അതിൽ നിന്ന് നോക്കിയാൽ മനോഹരമായ നഗരം കാണാം. കൂടാതെ ഭക്ഷണ വൈവിധ്യങ്ങളുടെ ഒരു നാടുകൂടിയാണ് കസാഖിസ്ഥാൻ. അതെല്ലാം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ലോകത്തിലെ കണ്ടിരിക്കേണ്ട ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും എത്നിസിറ്റിയുള്ള 100 ഗ്രാമങ്ങളിലൊന്നായ സാത്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു ദിവസം താമസിക്കുന്നുണ്ട്. അത് യുണൈറ്റഡ് നേഷൻസാണ് ഈ കാണേണ്ട ഒരു ഗ്രാമമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൂടാതെ ഗ്രാൻഡ് കാനിനെയൊക്കെ പോലെയുള്ള ഗംഭീരമായ മലനിരകളും അതിനിടയ്ക്കുള്ള മലയിടുക്കുകളും അങ്ങനെയുള്ള പല കാഴ്ചകൾ, ലേക്കുകൾ എല്ലാം തന്നെ അവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ മുടക്കേണ്ടത് 1,35,000 രൂപയാണ്. ഇത് ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ ചാർജുകൾ, അതുപോലെ 3 നേരത്തെ ഭക്ഷണം, അങ്ങനെ എല്ലാം GST ഒക്കെ അടക്കമുള്ള ഒരു റേറ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. കാരണം ലിമിറ്റഡ് സീറ്റുകളെ ബാക്കിയുള്ളൂ. ഓഗസ്റ്റ് 6-നാണ് ഈ ഒരു കസാഖിസ്ഥാൻ യാത്ര ആരംഭിക്കുന്നത്. കൂടാതെ ജൂൺ 15-ന് നേപ്പാൾ, ജൂലൈ 15-ന് ഭൂട്ടാൻ, കൂടാതെ തായ്ലൻഡ്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ ടൂർമാക്സ് ഒരുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ ഓണക്കാലത്തുള്ള യാത്രകൾക്കുള്ള ഒരുക്കങ്ങളായി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഗിഫ്റ്റുകളുമൊക്കെ കിട്ടും. പ്രത്യേകിച്ച് ഫാമിലിയായിട്ടൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ധാരാളം ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇന്ത്യക്കകത്തുമൊക്കെ ടൂർമാക്സ് ധാരാളം ടൂറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ടൂർ ഏതാണെന്ന് തീരുമാനിക്കുക. എന്തായാലും കസാഖിസ്ഥാൻ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് വീണ്ടും ഒരിക്കൽ പോകുക എന്നുള്ളത്. നമ്മൾ കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്ക് ഓടിച്ചു പോയ വഴിക്ക് ഓടിച്ചെത്തിയ ഒരു രാജ്യമാണ് കസാഖിസ്ഥാൻ. അന്ന് കാര്യമായ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഓഗസ്റ്റ് 6-ൻ്റെ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് കസാഖിസ്ഥാൻ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. നമ്മളിന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്ന ഒരു മാരുതി ബ്രസ ഓണറാണ്. നമസ്കാരം. പേര്? ഉണ്ണികൃഷ്ണൻ. എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ IT പ്രൊഫഷണലാണ്. എവിടെ? നാട് ഇവിടെ തന്നെ? നാട് ഇവിടെയല്ല, ചേർത്തല അരൂരാണ്. അരൂർ. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ അവിടെ? വഴിയൊക്കെ വളരെ മോശമായി കിടക്കുകയാണല്ലോ അല്ലേ? പണി നടക്കുന്നുണ്ട്. വളരെ മോശം. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പം ദിവസവും വളരെ നേരത്തെ സിറ്റിയിലേക്ക് ഇറങ്ങേണ്ടി വരും അല്ലേ? നേരത്തെ ഇറങ്ങും. ഈ സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും ഒരു നല്ല കാര്യത്തിനാണെന്ന് വിചാരിച്ച് അല്ലേ സമാധാനിക്കാം. കാരണം അതുപോലെ ഗംഭീരമായ ഹൈവേ, എലിവേറ്റഡ് ഹൈവേ ഒക്കെയാണ് അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരം വളരെ മോശം വഴികളിൽ ഓടിക്കാൻ ഏറ്റവും പറ്റിയ വണ്ടിയാണ് അല്ലേ? അല്ലേ? എന്തുകൊണ്ടാണ് ഈ വണ്ടി വാങ്ങിക്കാറ്? കാരണം മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും സുസുക്കിയുടെ ഒരു ഫാനാണ്. അപ്പോൾ അതിന് മുമ്പ് സുസുക്കി ഉണ്ടായിരുന്നോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരു സ്വിഫ്റ്റ് ഉണ്ട്. പിന്നെ ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾട്ടോ ആണ്. അങ്ങനെ മാരുതിയിൽ നിന്ന് മാറാതെ ആ സെയിം ബ്രാൻഡിനെ തന്നെ ഫോക്കസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. പിന്നെ സ്വിഫ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4 കൊല്ലമായി. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾക്ക് വേറെ വീടുണ്ട് ചെങ്ങന്നൂർ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പം എനിക്കും വൈഫിനും കുഞ്ഞിനും പോകാനായിട്ടൊരു വണ്ടി വേണമെന്നുള്ള കോൺസെപ്റ്റിലാണ് വണ്ടി നോക്കി തുടങ്ങി. അപ്പോൾ ഇനി വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു ഹാച്ച് ബാക്കിലേക്കും പോകണ്ട, ബസ് മതി, അല്ലെ കോമ്പാക്ട് SUV മതി എന്നുള്ള ഇതിലിരുന്നിട്ട് പല വണ്ടികളും നമ്മൾ നോക്കി. അപ്പോൾ ഇങ്ങനെ പല വണ്ടിയുടെ റിവ്യൂസ് നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ചേട്ടൻ്റെ വീഡിയോ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ വണ്ടി കണ്ടപ്പോൾ തന്നെ ഇമ്പ്രസ്ഡ് ആയി. അപ്പോൾ ഈ മറ്റു വണ്ടികൾ ഓടിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് എത്തിയപ്പോൾ എന്താണ് വലിയൊരു മാറ്റം ഫീൽ ചെയ്തത്? അതോ മനസ്സിലിങ്ങനെ മാരുതിയിൽ നിന്ന് കടന്നുകൊണ്ടാണോ? അത് മാത്രമല്ല, മാരുതിയിൽ കിടപ്പുണ്ടായിരുന്നു, അതൊരു കാര്യം. പിന്നെ എനിക്ക് വേറെ വണ്ടി ഓടിച്ച് ഇതും വെച്ച് നോക്കിയപ്പം കുറച്ചും കൂടെ ഡ്രൈവർ ഫ്രണ്ട്ലി കാറായിട്ട് എനിക്ക് ഇതിനെയാണ് ഫീൽ ചെയ്തത്. ഇപ്പം സോണറ്റ് ഞാൻ ഓടിച്ച് നോക്കി, വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമുക്ക് കുറെ കൂടെ ഒരു ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോഴുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഈ വണ്ടിയിലായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിക്കാണും? ഇതിപ്പം 5,000 ആറായി. 5,000 സർവീസ് ആയിട്ടില്ല? ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് 3,000 അല്ലേ? 1,000 പിന്നെ 5,000 അല്ലേ? 5,000. പിന്നെ മാരുതി ആയതുകൊണ്ട് സർവീസിൻ്റെ കാര്യം ചോദിക്കാനല്ലേ, ഇതൊക്കെ വരാനുള്ള ഇത്രയൊക്കെ സംഭവിക്കാനുള്ളതെന്ന് അറിയാം. അതെ. അപ്പോൾ ഈ ഇത്രയൊക്കെ പ്രതീക്ഷയോടുകൂടി എടുത്തിട്ട് ആ പ്രതീക്ഷകളൊക്കെ നിറവേറ്റുന്നുണ്ടോ വണ്ടി? ഉണ്ട്. ശരിക്കും അത് എനിക്ക് തോന്നുന്നത്, ഞാൻ ഒരു VXi LXi മോഡലിലോട്ട് പോയിരുന്നെങ്കിൽ ഞാൻ പിന്നെയും കുറേ ആക്സസറീസ് ഒക്കെ കയറ്റേണ്ടി വന്നേനെ. ഇതിപ്പം ZXi പ്ലസ് ആയതുകൊണ്ട് തന്നെ വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ ഒരു ലാഗ് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? പക്ഷേ എങ്കിലും ടോർക്ക് കൺവേർട്ടർ ആയതുകൊണ്ട് ഒരു പരിധി വരെ അത് കുറവായിരിക്കണം. മെയിനായിട്ട് ഈ ഞാൻ തേക്കടി പോയായിരുന്നു. തേക്കടി പോയപ്പോഴൊക്കെ ഒരു ഓവർടേക്ക് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. അത് ക്ലൈംബിൽ മാത്രമേ ഉള്ളൂ.
വലിയ ബുദ്ധിമുട്ടെന്നല്ല, എന്നാലും ഒന്ന് പ്ലാൻ ചെയ്ത് ഓവർടേക്ക് ചെയ്തില്ലെങ്കിലും പണി കിട്ടും. ശരി. എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ 360 ഡിഗ്രി ക്യാമറ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. പിന്നെ വേറെ എന്താ ഇപ്പോൾ പറയുക, ഡ്രൈവബിലിറ്റി മോശമല്ലാതുണ്ട്. മൈലേജ് നോക്കിയിട്ടുണ്ടോ? മൈലേജ് എനിക്ക് ലോങ് ഓടിയപ്പം ഒരു 17-18 ആ ഒരു റേഞ്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ വീടിൻ്റെ ലോക്കൽ ഏരിയയിലൊക്കെ ഓടുമ്പോഴാണ് ഒരു 14 താഴെയൊക്കെ ഉള്ളൂ. അപ്പം ഇങ്ങോട്ട് വന്നതിൽ എനിക്ക് 10.9 ഇതുവരെ കാണിച്ചിട്ടുള്ളൂ. ഫ്യൂൽ അടിക്കുമ്പോൾ റീസെറ്റ് ആവുമല്ലോ. എനിക്ക് ഇതിൻ്റെ അത് എനിക്കൊരു അനോയിങ് ആയിട്ട് തോന്നിയൊരു കാര്യം ഇതിൻ്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. അതങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് എപ്പോഴും ഉയർത്തി വെക്കലാണോ പതിവ്, അതോ താഴ്ത്തി വെക്കലാണോ? ഞാൻ എപ്പോഴും ഉയർത്തി വെക്കലാണ് പതിവ്. അത് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല, അതൊരു തടസ്സമായിട്ട് തോന്നിയിട്ടില്ല അല്ലേ? ഇല്ല, പേഴ്സണലി ഒരു പ്രശ്നം എനിക്ക് പൊതുവെ എന്ന് വെച്ചാൽ സാധാരണ പഴയ കുറച്ച് പ്രീമിയം വണ്ടികളിലൊക്കെ അത് ഗ്ലാസ്സിൽ തന്നെ വിൻഷീൽഡിൽ തന്നെയാണ് കാണുന്നത്. ഇത് ഒരു സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല അല്ലേ? ഇല്ല, ഇതുവരെ ആ ഒരു ഇത് തോന്നിയിട്ടില്ല എനിക്ക്. എന്താണ് ഇതിൻ്റെ അതിന് എന്തെങ്കിലും കൂടി അഡീഷണൽ ഉണ്ടാകാമായിരുന്നു എന്ന് തോന്നിയൊരു ഫീച്ചർ എന്താ മെയിനായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിന് ഡ്രൈവർ സൈഡിലെ വിൻഡോ മാത്രം 1 ടച്ച് അപ്പ് ആൻഡ് 1 ടച്ച് ഡൗൺ ആണ്. 4 വിൻഡോയും ആക്കിയാൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ സീറ്റ് വെന്റിലേഷൻ അത്യാവശ്യമാണ്. കാരണം ലോങ് പോകുമ്പോൾ ഫാബ്രിക് സീറ്റ് ഒന്നാമത്തേത് തരികയും കൂടെ ചെയ്യുന്നു. അപ്പം സീറ്റ് വെന്റിലേഷൻ ആകാമായിരുന്നു. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് തോന്നിയത്. ബാക്കി എല്ലാ കാര്യത്തിലും ഫീച്ചേഴ്സിൻ്റെ കാര്യം സംതൃപ്തനാണോ? ഹാപ്പിയാണ്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു വണ്ടിക്ക്. ഈ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യുമ്പം വണ്ടിക്ക് തന്നെ ഇൻബിൽറ്റ് ആയിട്ടൊരു വോയിസ് ഇത് വരുന്നുണ്ട്, വോയിസ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അത് തന്നെത്താൻ ഓപ്പൺ ആയി വരും. പക്ഷേ ആൻഡ്രോയിഡ് ഓട്ടോയിൽ ആ പ്രശ്നം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ശരി. അതുപോലെ ഈ മാരുതിയുടെ വണ്ടികളെ പറ്റി ഇപ്പോൾ പൊതുവെ പറയുന്നത് മാരുതിക്ക് ബിൽഡ് ക്വാളിറ്റി കുറവാണ് അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ ബ്രസയുടെ കാര്യത്തിൽ അങ്ങനെ പൊതുവെ പരാതി കേട്ടിട്ടില്ല. എങ്കിലും എന്താണ് ഹൈവേയിലൊക്കെ നല്ല സ്പീഡിൽ പോകുമ്പോൾ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? അത് എന്തെങ്കിലും ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതേസമയം സ്വിഫ്റ്റ് ഓടിച്ചിരുന്ന സമയത്ത് ഇല്ല. ശരി. ഒരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യുമായിരുന്നല്ലേ. വെയിറ്റ് ഇല്ലല്ലോ വണ്ടിക്ക്. ഇതിന് പക്ഷേ അങ്ങനെയല്ല. അത് മെയിനായിട്ട് ഞാൻ നോട്ടീസ് ചെയ്യുന്ന പറഞ്ഞാൽ സ്വിഫ്റ്റിന്റെ ഡോറൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് തുറന്നെങ്കിൽ പോരും. അതേസമയം ഇത് അങ്ങനെയല്ല. ഇതിനാണെങ്കിൽ ക്രാഷ് ടെസ്റ്റിൽ 4 സ്റ്റാർ കിട്ടിയിട്ടുമുണ്ട്. മോശമല്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പം കിയൊക്കെ വളരെ കാര്യമായി കയറി വരുന്നുണ്ടെങ്കിൽ പോലും മാന്യമായൊരു വണ്ടിയാണിത് അല്ലേ? അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, കാണാനുള്ള ഭംഗിയുണ്ട്. ഏറ്റവും പുതിയ പ്രശ്നം വന്നപ്പോൾ കാണാനുള്ള ഭംഗി ഒട്ടും മോശമല്ല. അങ്ങനെ തരക്കേടില്ലാത്തൊരു വണ്ടിയാണ്. പിന്നെ മാരുതിയുടെ വിശ്വാസം തീർച്ചയായിട്ടും ഈ വണ്ടിയുടെ കാര്യത്തിലുണ്ട്. മൈലേജ് ഈ പറഞ്ഞാൽ 17 വരെയൊക്കെ ഹൈവേ കിട്ടുന്നുണ്ടെങ്കിൽ മോശമല്ല. സിറ്റിയിൽ 10 അത് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. എങ്കിലും ഈ വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് എന്താണ് പറയുന്നത്? ഓട്ടോമാറ്റിക് വാങ്ങിക്കണോ മാനുവൽ വാങ്ങിക്കണോ? അത് ഡിപ്പെൻസ് ആണ്. ഞാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ട്രാഫിക് ബ്ലോക്ക് ഇങ്ങനത്തെ ഇതിലൊക്കെ കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക് എടുക്കുന്നത് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ശരിയാണ്. പലരും നമ്മൾ ഉപദേശിക്കുമ്പോൾ പറയും ഓട്ടോമാറ്റിക് വേണ്ട, മാനുവലിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഹരം എന്നൊക്കെ പറയും. ഈ ഹരം എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ ഹൈവേകളൊക്കെ ഉള്ളൊരു നാട്ടിലാണ് അതിൻ്റെ ഒരു ഹരം. നമ്മൾ ഈ കേരളം പോലെ ഫുൾ സിറ്റി എന്ന് തന്നെ വിളിക്കാം കേരളത്തിൽ. അങ്ങനെയുള്ള സ്ഥലത്ത് മാനുവൽ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള ഡ്രൈവേ സമ്മാനിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു ഹരം അറിയണം നമ്മളല്ലെങ്കിൽ പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ഹൈവേകളിലൊക്കെ ഓടിച്ചാലേ അതിൻ്റെ ഒരു കാര്യമുള്ളൂ മാനുവലിൻ്റെ. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും എല്ലാവരും ഉപദേശിക്കാറുള്ളത് മാനുവൽ അല്ല ഓട്ടോമാറ്റിക് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കസ്റ്റമറാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ മാരുതിയുടെ പല വാഹനങ്ങൾക്കും പറയുന്ന ബിൽഡ് ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ധൈര്യമായിട്ട് വാങ്ങിക്കാം അല്ലേ? അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ നിങ്ങളുടെ അടുത്ത് ഹൈവേ ഒക്കെ റെഡിയായി കഴിയുമ്പോഴത്തേക്കും ഇവനെ പറപ്പിച്ച് പോകാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവും. അതുവരെ ഇത്തിരി കഷ്ടപ്പെടും കേട്ടോ. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും വേണ്ടി ആയതുകൊണ്ട് പിന്നെ അത് സഹിക്കാവുന്നതുള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു. എൻ്റെ അഭിപ്രായത്തിൽ ഈ റോയൽ എൻഫീൽഡിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു മോഡലായിട്ടാണ് ഞാൻ മെറ്റിയോറിനെ കാണുന്നത്. കാരണം മെറ്റിയോറാണ് ഏറ്റവും ആധുനികമായൊരു മുഖം റോയൽ എൻഫീൽഡിന് സമ്മാനിച്ചത്. അങ്ങനെയുള്ള മെറ്റിയോറിൻ്റെ ഓണറിനെയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര്? അർജുൻ. എന്ത് ചെയ്യുന്നത്? ഞാൻ ഗ്ലോബൽ എക്സ്പോസിൽ വർക്ക് ചെയ്യണം. ഇവിടെ തന്നെ? ഇവിടെ എറണാകുളത്ത്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഹോണ്ടയുടെ CB 350 ആയിട്ടായിരിക്കും അല്ലേ? ഹൈനസുമായിട്ട് അത് ഓടിച്ച് നോക്കിയിട്ടാണോ ഇത് വാങ്ങിച്ചത്? ഞാൻ CB 350 ചെയ്തു, പിന്നെ ജാവ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റീസെൻ്റ്ലി ഹാർലിയുടെ ഒരു 440 ഇറങ്ങിയാണ്. അതും എക്സ്പെൽസുമാണ് ഞാൻ നോക്കിയുള്ളൂ. ഹാർലി നോക്കി. അപ്പോൾ ഇത് വളരെ അടുത്ത കാലത്ത് വാങ്ങിച്ചോളൂ? അതെ, റീസെൻ്റ്ലി മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഇത് ഇറങ്ങിയ സമയത്ത് J സീരീസ് എഞ്ചിൻ ലോഞ്ച് ചെയ്ത സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാവയും ഇത് തമ്മിൽ ഒരു കമ്പാരിസൺ നോക്കിയപ്പോൾ എന്തുകൊണ്ടും മെറ്റിയോർ ചൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ്? റോയൽ എൻഫീൽഡ് ഒരു ഡ്രീം വെഹിക്കിളാണ്. പിന്നെ ഇതിൻ്റെ മെയിൻലി സീറ്റ് ഹൈറ്റ് ആണ്. ജാവേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്രൂയിസിങ് കംഫർട്ട് ഇതിന് കിട്ടുന്നുണ്ട്. ഞാൻ ആക്ച്വലി പാലക്കാടാണ്. അപ്പോൾ എനിക്ക്
വീക്കെൻഡ്സ് ആകുമ്പോൾ ഞാൻ ഇതിലാണ് പോയി വരുന്നത്. സോ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ ഇത്ര 3-4 വണ്ടികൾ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അത് വേറൊരു വമ്പൻ ബ്രാൻഡാണ് ഹാർലിയും അല്ലെങ്കിൽ ട്രയംഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വണ്ടി വാങ്ങിയതിനേക്കാളും കുറച്ചുകൂടി ഒരു സമൂഹത്തിൽ സ്റ്റാറ്റസ് കിട്ടാവുന്നതാണ്. എന്നിട്ടും എന്താ അത് വേണ്ടെന്ന് വെച്ചത്? എനിക്ക് മെയിൻലി ഞാൻ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് നോക്കിയത്. ബ്ലാക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. സോ എന്തുകൊണ്ടും ഈ ഒരു വണ്ടി ലുക്ക് കൊണ്ടും ലുക്ക് വൈസ് ആയാലും നമുക്ക് കംഫർട്ടും തരുന്നുണ്ട്. പിന്നെ മെയിൻ്റനൻസ് വേറൊരു പക്ഷമാണ്. CB ഹോണ്ട എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് കുറവാണ്. പക്ഷേ എനിക്ക് ഈ ഡ്രീം ഇതായതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തു. അപ്പോൾ എന്നിട്ട് ആ ഒരു ഡ്രീം ഇത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഒരു പരാതിയും പറയാനില്ല. അല്ല, പരാതി ഉണ്ട്. ബ്രേക്കിംഗ് ഫെസിലിറ്റീസ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആവണം. അതുപോലെ ഹോണ്ടയിൽ എന്ന് പറഞ്ഞാൽ ബട്ടർ സ്മൂത്ത് ക്ലച്ചാണ്. ഇത് കുറച്ച് ടൈറ്റ് ആണ്. ഇവൻ ദോ ഞാൻ ഓക്കെയാണ്. നമുക്ക് റൈഡിങ് പൊസിഷൻ ആയാലും അതുപോലെ ഞാൻ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആളായതുകൊണ്ട് എനിക്ക് കാലെത്താൻ. അപ്പോൾ ഈ എൻഫീൽഡിൻ്റെ പഴയ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, വൈബ്രേഷൻ, ഹീറ്റ്. അപ്പോൾ ഈ പാലക്കാട് വരെയൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ആൾ, പ്രത്യേകിച്ച് പാലക്കാട് നല്ല ചൂടുള്ള സ്ഥലമായതുകൊണ്ട് എങ്ങനെയാണ് അത് വല്ലതും ഇപ്പോഴും ഉണ്ടോ? അതൊക്കെ വൈബ്രേഷൻ ഒരു 70 ക്രോസ് ചെയ്താൽ വൈബ്രേഷൻ ഉണ്ട്. പക്ഷെ പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി J സീരീസിലെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു കംബാക്ക് എന്ന് പറയുന്നത് J സീരീസിലാണ്. പിന്നെ ഹീറ്റിൻ്റെ കാര്യം അത്യാവശ്യമുണ്ട്. പക്ഷെ ജാവയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹീറ്റ് വളരെ കുറവാണ്. ജാവ നമ്മളൊരു 2 കിലോമീറ്റേഴ്സ് പോയാൽ തന്നെ നല്ല ഹീറ്റ് അറിയാൻ പറ്റും. അത് പവലിയനും നന്നായി അറിയാൻ പറ്റും. അത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെന്ന്. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്താ ഇതിൻ്റെ ഒരു ലുക്ക് തന്നെയാണ്. പിന്നെ സീറ്റിൻ്റെ ആ ഒരു കംഫർട്ട്. എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഫീച്ചർ ഉണ്ടോ? നാവിഗേഷൻ. ഇതിനൊരു ടേൺ ബൈ ടേൺ ഇല്ല. അത് ഫെർദർ ആഡ് ഓൺ ആണ്. ആക്ച്വലി ഈ ഒരു കളറ് ഫയർ ബോളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്തത്. ശരി ശരി. അപ്പം ആ ഫീച്ചർ ആഡ് ചെയ്യുന്നില്ല ഇനിയിപ്പം? ഇനി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ആഫ്റ്റർ. ഈ ജാവയെ പറ്റി പറഞ്ഞല്ലോ. ജാവ എന്ന് പറയുന്ന മോഡൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ വന്നെങ്കിലും ഇപ്പം അത്രയ്ക്കൊന്നും അങ്ങോട്ട് കാര്യമായിട്ട് പോകുന്നില്ല. അപ്പം നിങ്ങളെപ്പോലുള്ളവരൊക്കെ അത് വേണ്ടാന്ന് വെക്കാൻ കാരണം ഈ പറഞ്ഞ പ്രശ്നങ്ങളാണോ? ഞാൻ ജാവ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് നല്ല പുള്ളിങ് ഉള്ള വണ്ടിയാണ്. പക്ഷെ മൈലേജ് വൈസ് ആയാലും അതുപോലെ തന്നെ ആഫ്റ്റർ സർവീസൊക്കെ ഭയങ്കര പൂറാണ്, മോശമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 60,000-ഓളം വ്യത്യാസം വരുന്നുണ്ട് ജാവയും ഈ വണ്ടിയും തമ്മിൽ. ഞാൻ എടുക്കുന്ന സമയത്ത് അവർ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യായിരുന്നു. പിന്നെ ഫുൾ ടാങ്ക് ഫ്യൂവലും പ്രൊവൈഡ് ചെയ്യായിരുന്നു ഒരു ഓഫർ. അതിനെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ടാണ് നമ്മൾ എൻഫീൽഡിലേക്ക് എത്തിയത് അല്ലേ? മൈലേജ് നോക്കിയോ? മൈലേജ് ഇപ്പം കറന്റ് അത്യാവശ്യം ഉണ്ട്. അവർ കമ്പനി പറയുന്നത് 42 വരെ കിട്ടുമെന്നാണ്. തേർഡ് സർവീസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ സ്ഥിരമായിട്ട് പാലക്കാടൊക്കെ ഓടിച്ചു പോകുന്ന ആളെന്നുണ്ടെങ്കിൽ ഹൈവേയിലൂടെ എപ്പോഴും ഓടിച്ചു പോകുന്നുണ്ട്. ഈ ഹൈവേയിൽ ഈ 2 വീലേഴ്സിന് കിട്ടുന്നൊരു പരിഗണന എങ്ങനെയാണ്? ഹൈവേയിൽ നിങ്ങളെ പേടിപ്പിക്കാറുണ്ടോ മറ്റു വണ്ടിക്കാർ വന്ന്? വലിയ വണ്ടികൾ പേടിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങേയറ്റം ഒതുങ്ങി പോകണം എന്നുള്ളതാണ്. പിന്നെ ലോറിയൊക്കെ ഇപ്പോൾ ലെഫ്റ്റ് ലൈൻ കീപ്പ് ചെയ്ത് പോകണമെന്നാണ് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്, പെനാൽറ്റി. പക്ഷെ ആരും നോക്കാറില്ല. അത് കുറച്ചുകൂടെ എല്ലാവരും സേഫ് ഡ്രൈവിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് റൂൾസ് ഒക്കെ ഒബേ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ലെഫ്റ്റ് ലൈൻ കീപ്പ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലൈൻ ട്രാഫിക്കിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ ലൈൻ ട്രാഫിക് ഒന്നും നിങ്ങളൊന്നും ആരും പഠിപ്പിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല. നിങ്ങൾ ലൈസൻസ് വന്നപ്പോഴും ആരും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പഠിച്ചത്? അല്ല, നമുക്ക് പണ്ട് തൊട്ടേ അറിയാം. അതായത് വലിയ വണ്ടി എന്താ പറയുക റൈറ്റിലൂടെ പോകണം എന്നാണ് പണ്ടത്തെ ഇത്. പക്ഷെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ട്രക്ക് അതുപോലെ ഹെവി വെഹിക്കിൾസ് ലെഫ്റ്റ് ലൈനിലൂടെ കീപ്പ് ചെയ്താൽ അത് ആലോചിക്കുമ്പോൾ അതൊരു നല്ലൊരു ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് ഹൈവേയിലൂടെ നല്ല ഫ്ലോ ആയിരിക്കും. അതാരും ചെയ്യുന്നില്ല എന്ന് ഞാൻ ആരെയും കുറ്റപ്പെടുത്താറില്ല. ആദ്യകാലത്തൊക്കെ ഞാൻ ട്രക്കാരെ കുറ്റപ്പെടുത്താറ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. റൈറ്റ് ചേർന്ന് പോകുമ്പോൾ നമ്മൾ ബാക്കിൽ പോയി ഹോൺ അടിച്ചാൽ അവർ ഇടതുവശത്തോട് പൊക്കരുത്, എന്തിനാ എൻ്റെ പുറകെ ഹോൺ അടിക്കുന്നുള്ള മട്ടിൽ നോക്കുക. കാരണം അവരാരും പറഞ്ഞു കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനോടൊക്കെ പറയേണ്ട അദ്ദേഹമൊക്കെ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത് ഈ ലൈൻ ട്രാഫിക് സിസ്റ്റം പഠിപ്പിക്കുന്ന കാര്യത്തിലാണ്. കാരണം കേരളത്തിൽ ഗംഭീര ഹൈവേകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും പല ദിവസം ചേർന്ന് പോകും. ഹൈവേയുടെ ഒരു പ്രയോജനം ആർക്കും കിട്ടാതെ. അദ്ദേഹം ഇത് ശ്രദ്ധയിൽപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ റോയൽ എൻഫീൽഡിലെ തിരിച്ചുവരവ് തന്നെയാണ് മെറ്റിയോർ എന്നുള്ള സംശയമില്ല. ഈ മെറ്റിയോർ അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായി, ഒരു ഹൈനസുമായിട്ട് വന്ന ആളുകളുടെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടും അടുത്തടുത്താണ് ഞാൻ ഓടിച്ചു നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ആ സമയത്ത് ശരിക്കും നമുക്ക് അഭിമാനം തോന്നി.
ഹോണ്ട എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ജാപ്പനീസ് കമ്പനി. ഇത് ഇന്ത്യൻ കമ്പനി ആയിട്ട് പോലും അതിനോടൊപ്പം നിൽക്കുന്ന റിഫൈൻമെൻറ്റും ഒപ്പം നിൽക്കുന്ന സസ്പെൻഷനും, ഇതിൻ്റെ സസ്പെൻഷനും അടിപൊളിയായിട്ട് എനിക്കന്ന് ഫീൽ ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ഈ കൺട്രോളുകൾ കുറച്ചുകൂടെ ലൈറ്റാണ് CBയുടെ കാര്യത്തിൽ. ആ ഒരു വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് ഇപ്പം ഇദ്ദേഹം പങ്കുവച്ചത്. അതുപോലെ താങ്ക് യു സോ മച്ച്. അപ്പോൾ സേഫ് ഡ്രൈവിംഗ്. ഈ പറഞ്ഞാൽ എപ്പോഴും ഹൈവേ കൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ച് മൂലക്കൂടെ അങ്ങ് പൊക്കോളുക. താങ്ക് യു. നമ്മൾ ഇന്ന് വരെ നമ്മൾ ഒരു വീഡിയോയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്തൊരു വാഹനമാണ് ഇന്നിപ്പോൾ റാപ്പിഡ് ഫയറിൽ വരുന്നത്. അതൊരു ആംബുലൻസാണ്. ഈ ആംബുലൻസിനെ സംബന്ധിച്ച് എനിക്ക് കുറേ സംശയങ്ങളുണ്ട്. സംശയങ്ങളെന്ന് വെച്ചാൽ എൻ്റെ 2-3 സംശയങ്ങൾ ഞാൻ ആദ്യം പറയട്ടെ. ഒന്ന്, ഈ പലപ്പോഴും ആംബുലൻസിന് പറ്റിയ വാഹനങ്ങളല്ല ആംബുലൻസ് ആക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മാരുതി ഓംനി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഒരു അപകടം പിടിച്ചൊരു വണ്ടിയാണ്. അത് ആംബുലൻസ് ആയിട്ട് ചീർപ്പാഞ്ഞ് പോകുന്ന കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇതൊക്കെയാണോ ആംബുലൻസ് ആകേണ്ടത് എന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആംബുലൻസിൻ്റെ പോക്ക് തന്നെ മനുഷ്യനെ പേടിപ്പെടുന്ന രീതിയിലാണ്. കാരണം അപകടം ഉണ്ടാക്കാവുന്ന രീതിയിലാണ് പലരും ആംബുലൻസ് ഓടിക്കുന്നത്. 3, ശരിക്കും പറഞ്ഞാൽ ആംബുലൻസ് എന്ന് പറയുന്നത് അതിനുവേണ്ടി തന്നെ ഒരു വാഹനം വേണോ അതോ എക്സിസ്റ്റിംഗ് വാഹനങ്ങളിലാണോ ആംബുലൻസ് പണിയേണ്ടത്? ഇങ്ങനെ കുറേ സംശയങ്ങൾ എനിക്കുണ്ട്. എല്ലാ സംശയവും ചോദിക്കാൻ പറ്റിയതാണ് ഞാൻ എൻ്റെ മുന്നിലുള്ളത്. കാരണം 6 വർഷമായിട്ട് ആംബുലൻസ് ഓടിക്കുന്നു. ഫോഴ്സിൻ്റെ ട്രാവലറാണ് ആംബുലൻസ് ആക്കിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? കമൽ. എന്ത് ചെയ്യുന്നു കമൽ എന്ന് ചോദിക്കുന്നില്ല. ഇതാണ് ഓടിക്കുന്നത്. അതല്ല, എത്ര കാലമായി? 6 വർഷമായി ഓടിക്കുന്നത്. അപ്പോൾ 6 വർഷം ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്താ ഓടിച്ചുകൊണ്ടിരുന്നത്? ഇതിന് മുമ്പ് എനിക്ക് ഇലക്ട്രിക്കിൻ്റെ ഒക്കെ ജോലിയായിരുന്നു. പിന്നെ ഗൾഫിലൊക്കെ പോയി. അത് കഴിഞ്ഞ് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. അതിനുശേഷമാണ് കൂടുതലും ഇതിനകത്ത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട്. പിന്നെ ഫുള്ള് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ റിക്കവർ ആയതിനു ശേഷം പിന്നെ ഈ വണ്ടിയിലോട്ട് തന്നെ. അപ്പോൾ ഈ ആക്സിഡന്റ് ആയിട്ട് ആംബുലൻസ് സഞ്ചരിച്ചപ്പോഴാണോ ആംബുലൻസിന് ഡ്രൈവർ ആകാൻ തോന്നിയത്? അല്ല, ഇങ്ങനെ ഓരോന്നും കണ്ടും കേട്ടും അന്ന് അതിന്റെ ഒരു ഇതൊക്കെ വെച്ചുകൊണ്ട് ഫീൽഡിലോട്ട് കയറി വന്നത്. ഇതിപ്പോൾ ആർക്ക് വേണ്ടി ഓടുന്നത്? അൽഷിഫ ഇതൊരു പ്രൈവറ്റ് ആംബുലൻസ് സർവീസ് ആണ്. മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് കൂടുതലും സർവീസ്. പിന്നെ ആര് വിളിച്ചാലും എവിടെ നിന്നാണെങ്കിലും എറണാകുളം ജില്ലയിൽ എവിടെ ആണെങ്കിലും നമ്മൾ പോകുന്നുണ്ട്. ഒരുവിധപ്പെട്ട ഹോസ്പിറ്റലിലെല്ലാം വിളിക്കാറുണ്ട്. അങ്ങനെ പോയി കേസുകൾ എടുക്കും. പിന്നെ പ്രൈവറ്റായിട്ട് ആരെങ്കിലും ഒക്കെ പാർട്ടികൾ നമ്പർ കോൺടാക്ട് വെച്ച് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇതിനകത്ത് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന രീതി അല്ല ഇതിൻ്റെത് എന്നുള്ള ഒന്ന് കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ആക്സിഡൻ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള എന്താ ചോരയെ കുളിച്ച് കിടക്കുന്നവരെയൊക്കെയാണ് ഇതിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര മനക്കരുത്ത് വേണ്ട കാര്യമല്ലേ? ആദ്യം വന്ന സമയത്തൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോൾ നമുക്ക് ചില കേസുകൾ കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലഡിൻ്റെയൊക്കെ ചെറിയ ഒരു കേസുകൾ, പിന്നെ ഓരോരുത്തരുടെ ഛർദ്ദിച്ചെടുത്തൊക്കെ കിടക്കും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ആദ്യ സമയങ്ങളിൽ. ഇപ്പം പിന്നെ അത് ഒരു ശീലമായി മാറി. നമ്മളിപ്പോൾ ഏത് ജോലിയാണെങ്കിലും ചെയ്യുമ്പോൾ അത് ഒന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഒരു മാറ്റം വരുമല്ലോ. അത് സ്വാഭാവികം. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ ഓരോ തവണ ഇതുപോലുള്ള ആൾക്കാർ ഇപ്പം രക്തത്തിലൊക്കെ കുളിച്ച് കിടക്കുന്നവരെ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് മുഴുവൻ ക്ലീൻ ചെയ്യണ്ടേ? ക്ലീൻ ചെയ്യേണ്ടത് അത് നമ്മൾ തന്നെയാണോ ചെയ്യേണ്ടി വരുന്നത്? അതെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഒന്ന് അവിടെ വെച്ച് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെ എന്തെങ്കിലും സൗകര്യങ്ങൾ കാണും. ഒന്ന് വെള്ളം അടിച്ച് കളയും. പിന്നെ നമ്മൾ റൂമിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്യുന്നതാണ് പതിവ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരട്ടെ. അതായത് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ഇപ്പം ഇതിനകത്ത് അപകടത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരെ അപകടത്തിലാക്കിക്കൊണ്ടാണ് പലപ്പോഴും ആംബുലൻസ് ഓടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത് ഈ പറഞ്ഞ പോലെ എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത് ശരിക്കും ഒരു ശരിയാണോ അങ്ങനെ ഒരു പോക്ക്? അത് നമുക്ക് ശരിയെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ഒരിക്കലും നമുക്കും പറയാൻ പറ്റില്ല. ചില കേസുകൾ നമുക്ക് അതേ കണക്കായിരിക്കും ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ ഒരു ഡെലിവറി കേസൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സ്പൈൻ ഇഞ്ചറി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി വീണ് കിടക്കുന്നതായിരിക്കാം, നട്ടലിന് പരിക്കോ എന്തെങ്കിലും പറ്റിയിരിക്കുന്നതായിരിക്കും. നമുക്കറിയത്തില്ല. അത് നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. നമുക്ക് ചില സമയത്ത് ഈ പേഷ്യന്റിനെ എടുക്കുന്ന സമയത്ത് അറിയാം. അവരുടെ പെയിനും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും എന്തായിരിക്കും പറ്റിയേക്കുന്നതെന്നുള്ളത്. ഒരു ചെറിയ ഇഞ്ചറി എന്താണെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റില്ല. അത് കൂടുതലായിട്ട് വിദഗ്ധർ ചികിത്സയിലെ കൂടെ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പം നമ്മളതനുസരിച്ച് കേസുകൾ കൊണ്ടുപോകും. ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നിടത്തുനിന്നാണെങ്കിൽ നമ്മുടെ ഉടനെ പേഷ്യൻറ്റിനെ നമുക്ക് തൂക്കിയെടുത്ത് കൊണ്ടൊന്നും മടക്കി പിടിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. സ്പൈൻ ബോർഡ് വെച്ച് അതിന് പ്രത്യേകം ഇതൊക്കെ ഉണ്ട്. സ്പൈൻ ബോർഡ് ഇനി കഴുത്തിനാണ് പറ്റിയിരിക്കുന്നത് ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പം കോളറിങ് ചെയ്ത് സ്പൈൻ ബോർഡിലോട്ട് മാറ്റി വണ്ടിയിലോട്ട് കയറ്റുക, പിന്നെ പോകാന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ, പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ആംബുലൻസ് ഒന്നും വന്നാൽ ആരും മാറ്റി തരില്ല. ഇപ്പം നിയമപരമായിട്ട് തന്നെ അത് ചെയ്ത് കൊടുക്കണം എന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ പൂർണ്ണമായിട്ട് മാറി തരുന്നുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ മോശാവസ്ഥ. വരുന്ന വഴിക്ക് ചിലപ്പം ഈ വണ്ടിയുടെ ഗ്ലാസ് എല്ലാം കയറ്റി AC ഇട്ട് പാട്ട് വിട്ട് കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന ഒരു ആംബുലൻസ് ആണെങ്കിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു ഫാൾട്ട്. പെട്ടെന്ന് ഇഷ്ടംപോലെ ഉണ്ട്. എറണാകുളം ജില്ലയിലൊക്കെ നമുക്ക് ഒന്ന് അറിയാമല്ലോ ഇവിടുത്തെ ഒരു തിരക്കുള്ള റഷാണ് റോഡ്. ചില സമയത്ത് നമുക്ക് പേഷ്യൻ്റായിട്ട് വരുന്ന നല്ല റഷാണ്. പിന്നെ ഒരു പെട്ടെന്ന് പോകുന്ന വഴിക്കായിരിക്കും പെട്ടെന്ന് കുഴിയും കാര്യങ്ങളും. ഈ
മെട്രോയുടെ വന്നതിന് ശേഷം നമുക്ക് റോഡിന്റെ ഒരു മൊത്തം ചാട്ടം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗർഭിണികളെ പെട്ടെന്ന് നമുക്ക് മാറ്റുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇഞ്ചറി കേസുകൾ വരുമ്പോഴും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും പുറകിൽ ഒരാൾ വന്ന് എന്നെ പരിചയപ്പെടാൻ വേണ്ടി ബൈക്കിൽ ഫോണൊക്കെ അടിച്ചു വന്നിട്ട് അദ്ദേഹം അതിൻ്റെ കഥ പറയുണ്ടായി. ഇപ്പം മോന് വളരെ സീരിയസ് ആയിട്ട് ആംബുലൻസിൽ കൊണ്ടുപോവുക, അതായത് കംപ്ലീറ്റ്ലി എന്താ പറയുന്നത് ബോധമില്ലാത്ത അവസ്ഥയിൽ. പക്ഷേ പുള്ളി പറയുന്നത് പുറകിൽ ഇതിൻ്റെ ഒപ്പം പിടിച്ച് ബൈക്കുകാരുണ്ട് ഈ റൂട്ട് ക്ലിയർ ആക്കി കിട്ടാൻ പോകാൻ വേണ്ടി. പുള്ളി പറയുന്നത് മോൻ്റെ അവസ്ഥയെക്കാളും ടെൻഷൻ തോന്നുന്നത് പുറകെ വരുന്നവൻ ഇത് ഇടിക്കുമോ എന്നുള്ളതാണ്. അത്രയ്ക്ക് അടുത്തടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് പിടിക്കുന്നു. അത് ശരിക്കും അത് കുറ്റകരമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന എപ്പോഴാണ് നമ്മളൊരു ബ്രേക്ക് ഇടേണ്ടി വരുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോഴേക്കും ബാക്കി വരുന്ന വണ്ടി കറക്റ്റ് വണ്ടിയുടെ ബാക്കിൽ ഇടിക്കാൻ ചാൻസ് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കാർ തന്നെ ചിലപ്പോൾ ഈ വളവിലൊക്കെ കൊണ്ടുവന്ന് പെട്ടെന്നായിരിക്കും യൂ ടേൺ അടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ ഈ വളയ്ക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല ഇവിടുന്ന് വരുന്നത്. അവർ മുന്നേ പോകുന്ന വണ്ടികൾ മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മളും വിട്ടു വരുമ്പോൾ നമ്മളും അത് പെട്ടെന്ന് ശ്രദ്ധിച്ചായിരിക്കാൻ വരുന്നത്. എന്നാൽ പോലും നമുക്കൊരു ടൈം കിട്ടത്തില്ല ചില സമയത്ത്. ഈ ഇട റോഡുകൾ വരുമ്പോഴത്തേക്കും കാണാനൊക്കെ ആയിട്ടുള്ള നിറഞ്ഞ ബസ് നിർത്തിയൊക്കെ ഇടുന്നിടത്തുനിന്നും ഈ ഇടയ്ക്കും എനിക്ക് പറ്റിയതാ. വിഷ്വല് വണ്ടിയുടെ ക്യാമറയിലൊക്കെ കാണാം, ക്യാമറ എല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് ചില വിഷ്വലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതായത് പെട്ടെന്നായിരിക്കും ബസ് കിടക്കുമായിരിക്കാം, നമ്മൾ കയറി പോവുമായിരിക്കാം. പക്ഷെ ബസ്സിന്റെ ബാക്കിൽ കൂടി ആയിരിക്കാം പെട്ടെന്ന് പാസ് ചെയ്ത് പോകാനായിട്ട് വണ്ടികൾ കയറി, നമ്മളും ശ്രദ്ധിക്കില്ല ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഈ ആംബുലൻസിനകത്ത് ഒരു മനുഷ്യജീവൻ ജീവന് വേണ്ടി എന്താ പറയുക പോരാടിക്കൊണ്ടുണ്ടെന്നുള്ളവരെ എല്ലാവരും മനസ്സിലാക്കി അതിൻ്റെ പുറകെ ചവിട്ടി പിടിച്ച് വരുന്ന പരിപാടി നിർത്തുക. ഇനി ഒറ്റ ചോദ്യം, ഈ ഫോഴ്സിൻ്റെ ഈ ഒരു വാഹനം ആംബുലൻസിന് പറ്റിയതാണോ? ആംബുലൻസ് പറ്റിയതാണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് പോരായ്മകളുണ്ട്. എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ വിഷയങ്ങളുണ്ട്. നമുക്ക് രാത്രി സമയങ്ങളിൽ വെട്ടം നല്ല കുറവാണ്, ഹെഡ് ലൈറ്റിന് വെട്ടം കുറവാണ്. പിന്നെ നമ്മൾ ഹൈ റേഞ്ച് ഒക്കെ പോയി ഇറങ്ങി വരുമ്പോഴത്തേക്കും ബ്രേക്കിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോരായ്മകളൊക്കെ വണ്ടിക്ക് ഉള്ളതാണ്. മറികടക്കുന്നത് അതിലൊന്ന് നമ്മൾ ഈ ഫോഗ് ഒക്കെ എക്സ്ട്രാ ലൈറ്റുകളൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ഉള്ളത്. പിന്നെ ഓരോ ഓട്ടം രണ്ടു ഓട്ടം 3 ഓട്ടം കഴിയുമ്പോൾ ഹാൻഡ് ബ്രേക്ക് സെറ്റ് ചെയ്ത് എടുത്തും ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ചില സമയത്ത് രണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും ചില സമയങ്ങളിൽ. അപ്പോൾ ഈ ആംബുലൻസിന് വേണ്ടി തന്നെയുള്ള വണ്ടികൾ വേണമെന്ന് തന്നെയാണ് അല്ലേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു വണ്ടികൾ ഇറങ്ങിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇറങ്ങിയതിന് ശേഷം ഫോഴ്സിനെ കണക്കൊരു വേറൊരു വണ്ടി വന്നിട്ടില്ല കേരളത്തിൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈക്കോ, പിന്നെ ഉള്ളത് ഒമിനി ആയിരുന്നു ഫസ്റ്റ്. ആദ്യകാലം മൂലം ഉള്ളത് ഒമിനി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ ഈക്കോ അങ്ങനെയുള്ള വണ്ടികളിലോട്ട് ചേഞ്ചായി വന്നത്. പണ്ടൊരു നമ്മൾ കയ്യിൽ എടുത്തുകൊണ്ട് പോകുന്ന ടൈപ്പ് സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യാസങ്ങൾ വന്ന് ഹൈഡ്രോളിക് സ്ട്രെച്ചറും കാര്യങ്ങളും. ഇനിയിപ്പോൾ അതിനും മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിനകത്ത് ഒരുവിധപ്പെട്ട എല്ലാ മെഡിസിൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസും സ്പൈൻ ബോർഡ്, ഹെഡ് മോബിലൈസർ അങ്ങനെയൊക്കെ ഉള്ളൊരു ഓക്സിജൻ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതിൻ്റെ ട്രെയിനിങ് തരാറുണ്ടോ? ഇടയ്ക്ക് MBDയുടെ ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഓരോ ഹോസ്പിറ്റലുകാർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഫസ്റ്റ് എയ്ഡ് ഈ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരാറുണ്ട്. അതിൻ്റെ ട്രെയിനിങ് ഉണ്ട്. അത് മാസത്തിൽ നടക്കുന്നത്. പിന്നെ നമ്മളൊരു സംഘടനയുണ്ട്, AODA എന്ന് പറയുന്ന സംഘടനയുണ്ട്. പിന്നെ AET എന്ന് പറയുന്ന സംഘടനകളൊക്കെ ഉണ്ട്. അവരെല്ലാം നമുക്ക് ഇതിനൊക്കെ വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരാൾ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുക അല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്നു, ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്പൈനാകാം ഇഞ്ചുറി അല്ലെങ്കിൽ ഹെഡിനാകാം, ഈ ഓടിക്കൂടുന്നവർ ഇതൊന്നും നോക്കാതെ വലിച്ചെടുത്ത് നേരെ വണ്ടി കയറ്റും. അത് പെട്ടെന്ന് നമ്മൾ ഓടി ചെല്ലുമ്പോൾ നമ്മൾ പറയും പേഷ്യൻ്റിനെ ഒന്ന് സൈഡിലോട്ട് പയ്യെ മാറ്റി കിടത്തിയാൽ മാത്രം മതി, വന്നതിന് ശേഷം നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്ക് അതൊന്നും ആരും നോക്കില്ല. കിട്ടുന്ന ബാക്കിൽ വരുന്ന ഏതെങ്കിലും വണ്ടിയിലൊക്കെ കൊണ്ടുപോയി എന്നിട്ട് അതിന്റെ പേരിൽ മാത്രം ജീവിതത്തിൽ പൂർണ്ണമായും പാരലൈസ് ആയിട്ട് കിടക്കുന്നവരൊക്കെ ഇഷ്ടംപോലുണ്ട്. ഇപ്പം ഒരുവിധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ MBDയുടെ ഭാഗത്തു നിന്നും എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ഓട്ടോ സ്റ്റാൻഡുകൾ അവരൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഓടി എത്തുന്നത്. ഒരു ഓട്ടോക്കാരും ടാക്സി അങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ള ആൾക്കാരായിരിക്കും പെട്ടെന്ന് കയറുന്നത്. അപ്പോൾ നമ്മൾ ഈ പെട്ടെന്നൊരു മനുഷ്യരെ രക്ഷിക്കാനുള്ള ഒരു തിടുക്കത്തിൽ അങ്ങനെ വലിച്ചെടുത്ത് വണ്ടിയിലൊന്നും കയറ്റരുതെന്നുള്ളതാണ്. കാരണം സ്പൈൻ ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ അതൊരു പ്രശ്നമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് പിന്നെ ഇവിടെയുള്ള മുന്നോട്ടുള്ള പുള്ളിയുടെ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഒരു ആംബുലൻസ് ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് എന്താണ്? നമുക്ക് ഇപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഹെഡ് ലൈറ്റിൻ്റെയും ബ്രേക്കിൻ്റെ ഒക്കെ കാര്യങ്ങളാണ്. പിന്നെ നമ്മളെ റോഡിന്റെ അവസ്ഥകളും ഒക്കെ തന്നെ മെയിനായിട്ട് നമുക്ക് പാടുവരുന്നത്. പിന്നെ ഈ പറഞ്ഞ പുറകെ വിട്ടുപോരുന്ന എന്നുള്ളത് കൊണ്ട് പുറകെ വിട്ടുപോരുന്നവരുണ്ട്. കുറ്റം അവരും വണ്ടി കാണുമ്പോൾ ഉള്ള ഇതായിരിക്കും അവരും ചെയ്യുന്നത്. പക്ഷേ അതിന്റെ
അതിൻ്റെ പിന്നിൽ വേറെയും ദൂഷ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആംബുലൻസിൽ തന്നെ ഒരുപാട് ഇപ്പം കംപ്ലൈൻറ്റുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ആക്സിഡൻറ്റ് ഒരുവിധം കൂടുതലുണ്ട്. പിന്നെ അതിൻ്റെ മറവിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ഈ നമ്മളെ കേട്ടിട്ടുണ്ട്, ഇപ്പം തമാശയായിട്ടാണ് പറഞ്ഞത്, നിങ്ങളൊക്കെ ഊണ് കഴിക്കാൻ വീട്ടിൽ പോകുമ്പോൾ ലൈറ്റ് ഇടും, നിലവിളി ശബ്ദം ഇട്ടൊക്കെ പോകുന്നു, അങ്ങനെ ചെയ്യുമോ? അങ്ങനെ നമ്മൾ ചെയ്യാറില്ല, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ അത് രണ്ടും വരുമല്ലോ, ഏത് ഒരു ഇത് ഫീൽഡിലാണെങ്കിൽ ഒരു മോശവും കാണും, ഒരു നല്ലതും കാണും. അത് തന്നെ സ്വാഭാവികം. അത് പക്ഷേ ഇപ്പം അതൊക്കെ പിടിക്കുന്നുണ്ട് അല്ലേ? ഇപ്പം ചെക്കിങ് എല്ലാം നല്ല രീതിക്ക് ചെക്കിങ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അവരെന്താ കൂടെ വന്നിട്ട് ചിലർ ആരെങ്കിലും ഇൻഫർമേഷൻ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് വണ്ടികളിൽ തന്നെ അറിയാം. ഈ ബാക്കിൽ പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ ബാക്കിൽ ഓപ്പൺ ആണ്, സൈഡ് കർട്ടൻ ഉണ്ട്. കർട്ടൻ ഇല്ലാതെ നമുക്ക് പോകാനൊന്നും പറ്റില്ല. പറഞ്ഞാൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന സമയത്ത് ഇപ്പം തന്നെ അറിയാമല്ലോ, ഒരു ആക്സിഡന്റ് പറ്റിയാലും ഉടനെ മൊബൈലും കൊണ്ട് നിൽക്കുന്ന ജനങ്ങൾ. ഇപ്പം നമ്മൾ ഒരു എമർജൻസി പോവുകയാണെങ്കിൽ പോലും ബസ്സിനകത്ത് ഇരുന്ന് പോകുമ്പോൾ പെട്ടെന്ന് വണ്ടിയൊന്നും ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാലും ബസ്സിനകത്ത് ഇരിക്കുന്നവർക്ക് അകം കാണാൻ പറ്റും. നമുക്ക് അന്നേരം സൈഡ് മറവ്, ചിലപ്പോൾ ഒരു ഡെലിവറി കേസോ അല്ലെങ്കിൽ ഒരു തീപൊള്ള കേസോ ഒക്കെ കൊണ്ടുവന്ന് ചിലപ്പോൾ ഡ്രസ്സ് കാര്യങ്ങൾ ചിലപ്പോൾ ഇടാൻ പാടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ നമുക്ക് ഈ കർട്ടൻ യൂസിങ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് അത് ഉള്ളത് കൊണ്ടാണ് ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നത്. വണ്ടിയിൽ ആളുണ്ടോ ഇല്ലോ എന്ന്. ചിലപ്പോൾ എമർജൻസി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ സൈറൻ ഇട്ടായിരിക്കാൻ പോകുന്നത്, ലൈറ്റ് ഇട്ടായിരിക്കാൻ പോകുന്നത്. സൈറൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്ക് എത്ര എമർജൻസി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിളിക്കും. അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ഈ പേഷ്യൻ്റെ കണ്ടീഷൻ എന്താ. ഇവർ പറയുന്നതായിരിക്കത്തില്ല. പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഇതേണക്ക് വിളിക്കുന്ന ഇതേണൊക്കെ ആയിരിക്കാം, പെട്ടെന്ന് പേഷ്യൻ്റെ മാറ്റാമെന്ന് പറഞ്ഞായിരിക്കും. അവിടെ ചെന്ന് ചിലപ്പോൾ എന്തിനു ശേഷമായിരിക്കും ബില്ലടയ്ക്കുന്നത്, എടുക്കുന്നത്, അങ്ങനെയൊക്കെ ഡിലേ വരും. അപ്പം അതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ ഈ ബഹളം വെച്ച് പോയിട്ട് എന്തിനാന്നുള്ളത്. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നത് അവിടെ ചെല്ലുമ്പോൾ മാത്രമായിരിക്കും. അപ്പൊ വീട്ടിൽ വയ്യാതെ കിടന്ന് അതൊക്കെ ആകുമ്പോൾ ഓക്കെ, ഇഷ്ടം പോലെ നമുക്ക് പെട്ടെന്ന് ചെല്ലേണ്ടി വരും. ഇപ്പം നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് ഇപ്പം എല്ലാവരും എന്തുണ്ടെങ്കിലും മൊബൈൽ ഷൂട്ട് ചെയ്യലാണല്ലോ. അപ്പം അത് നിങ്ങൾക്കൊക്കെ ശല്യമാകാറുണ്ടോ? ഈ അപകടം നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ 100,000 കൈകൾ ഇങ്ങനെ ഇതുമായിട്ട് അല്ലേ? അതിനകത്ത് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നുള്ളൂ. ആ ഒരു വീഡിയോ എടുത്തിട്ട് അതിനെ വിമർശിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം നല്ലത് പറയുന്നവരും കാണും, വിമർശിക്കുന്നവരും കാണും. അത് വിമർശിക്കുന്നവരായിരിക്കും കൂടുതൽ വരുന്നത്. അവരെന്ത് കണ്ടെങ്കിലും മുന്നോട്ട് വരുമല്ല, ഇവർക്ക് വിമർശനം മാത്രമേ അറിയുള്ളൂ. അന്നേരം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിലേക്ക് കേൾക്കുക, സൈഡിൽ കളയുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 6 വർഷത്തെ ആംബുലൻസ് ഓടിച്ച ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവം എന്തായിരിക്കും? അങ്ങനെ പറയാനായിട്ട് എല്ലാം ഇതൊക്കെ തന്നെയാണ്. എന്ന് കാണുന്നതും കേൾക്കുന്നതും തന്നെയാണ് നമുക്കുള്ളത്. ഈ ജീവിതത്തിനുള്ള കാഴ്ചപ്പാട് മാറിയോ ഇത് ഓടിക്കാൻ തുടങ്ങി? ഇത്രയും അപകടം, മനുഷ്യൻ്റെ ദയനീയതയെ കണ്ടുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടോ? ഒരുവിധം ഇപ്പം നമ്മളിതെല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഗൾഫിലൊക്കെ ആയിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ നമുക്ക് ആംബുലൻസൊക്കെ പോകുമ്പോൾ ആംബുലൻസ് ഇതിലും സ്പീഡിൽ നമുക്ക് ബൈക്കിൽ പോയാൽ എന്താന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ തവണ. പക്ഷെ ഇതിനകത്ത് വന്നതിന് ശേഷം മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പണ്ടത്തെ പോക്കിൽ നിന്ന് ഇച്ചിരി മാറ്റം വന്നെന്ന് മാത്രം. അതുപോലെ ഇപ്പം മറ്റൊരു കാര്യം, നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റെ അകത്ത് അത് കൂടുതൽ എനിക്ക് കൂടുതൽ ജോലി വേണം എന്നൊക്കെയാണ്. ഇതിനകത്ത് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് കൂടുതൽ ഓട്ടം കിട്ടണമെന്ന് ആലോചിക്കാനും പറ്റില്ല അല്ലേ? ഇതിനകത്ത് ചില കേസുകളൊക്കെ പറയുമ്പോൾ നമുക്ക് പൈസ മേടിക്കാൻ പറ്റാത്ത അവസ്ഥകൾ കാണും. പൈസ നമുക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് വരേണ്ട അവസ്ഥകളൊക്കെ കാണും. അല്ല, അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് ഇപ്പം ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാളെ നിങ്ങൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലാക്കുന്നു. ഇത് വേറെ ആളും അതിന് വേണ്ട പൈസ മുടക്കാൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് നമ്മൾ ആക്സിഡന്റ് കേസിന് അങ്ങനെ പൈസകൾ മേടിക്കാറില്ല. ഇല്ല, ഫ്രീ ആണ്. അപ്പോൾ നമ്മളിപ്പം പോലീസുകാർ വിളിച്ചാലും അവർക്ക് വിളിച്ചാലും നമ്മൾ അത് ഫ്രീ ആയിട്ട് തന്നെ ഓടാറ് ആണല്ലേ? ശരി. പിന്നെ കൂടുതലും ചിലത് ചാരിറ്റിക്ക് ഓടുന്ന വണ്ടികളൊക്കെ ഉണ്ട്. ആക്സിഡന്റ് കേസ് ഒരു ആംബുലൻസുകാരും അങ്ങനെ പൈസകൾ മേടിക്കാറില്ല. ശരി. എല്ലാം ഫ്രീ. ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്? അങ്ങനെ ഒരാൾ ആക്സിഡന്റ് കിടക്കുമ്പോൾ നിങ്ങളെ ഇപ്പോൾ പെട്ടെന്ന് വിളിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ കൂടുതലും കളമശ്ശേരി സൈഡാണ് വണ്ടികളെല്ലാം കിടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ എൻ്റെ വണ്ടിക്കകത്ത് തന്നെ നമ്പറുണ്ട്. ഈ നമ്പറാണ്? അതെ. അപ്പോൾ നിങ്ങൾ ഈ കളമശ്ശേരി ഭാഗത്തൊക്കെ ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ ഈ അൽ ഷിഫ എമർജൻസിയുടെ ആംബുലൻസ് കിട്ടും. എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് അങ്ങനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലാക്കി കഴിഞ്ഞ് ബന്ധുക്കൾ ആരെങ്കിലും പൈസ തരണമെന്നായിരുന്നു. അല്ല, ആക്സിഡന്റ് കേസുകൾക്ക് നമുക്കതില്ല. ഇപ്പം പിന്നെ ഒരു 129 എന്ന് പറഞ്ഞ സർവീസും കൂടി ഒക്കെ ഉണ്ട്. 129 അതും ഇതാണൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ടൊക്കെ തന്നെയാണ് ഓടുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ എനിക്കും കുറേ കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാനിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, ആംബുലൻസുകൾ ഇങ്ങനെ അമിത വേഗത പോകുന്ന അപകടം ഉണ്ടാകുന്നില്ല. ഇത് ഓടിക്കുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഇത്രയും ആൾക്കാരെ മറികടന്ന് അകത്തുള്ള ഒരു ജീവന് വേണ്ടി 100,000 ജീവനുകളെ പന്താടിക്കൊണ്ട് പോകുന്നത് എനിക്ക് തോന്നാറുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. കൂടാതെ
ഈ പുറകെ വാങ്ങിച്ച് വരുന്ന പരിപാടി നിർത്തുക. എനിക്ക് ശരിക്കും എന്നെ പരിചയപ്പെടാൻ വന്ന ആൾ പറഞ്ഞ് എനിക്ക് തന്നെ കേട്ടപ്പോൾ വല്ലതായി പോയി. കാരണം മോൻ ജീവന് വേണ്ടി ഇവിടെ മല്ലടിക്കുന്നു. പുറകെ 3 ബൈക്കുകാർ ഇതിൽ ഇടിക്കുമോ എന്നുള്ള പേടിയിൽ അവർ പുറകോട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കുക. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ചില കേസുകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ അങ്ങ് വന്നേക്കാം, നമ്മളന്നേരം പറയും ചേട്ടൻ പയ്യെ വന്നാൽ മതി, ഞങ്ങൾ അവിടെ ആക്കി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പോന്നേക്കാം, അല്ലെങ്കിൽ ചേട്ടൻ വാ ഞാൻ അവിടെ ആക്കിയിട്ട് ചേട്ടൻ തിരിച്ചു വരുമ്പോൾ ഞാൻ തന്നെ കൊണ്ടുവന്നിട്ട് ആക്കി തരാം, എന്നിട്ട് നിങ്ങൾ വണ്ടിയായിട്ട് പോകാൻ പറയും. ചിലപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ പുറകെ തന്നെ ഇവർ പിടിച്ചു വരാൻ നോക്കും. അങ്ങനെ നമ്മൾ പറയും ചേട്ടൻ വന്നിട്ട് പിന്നെ എടുത്താലും മതി വണ്ടി. അതെ, ശരിയാ. ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഗണേഷ് കുമാർ പറയണ്ടായി ഒരു ആപ്പ് വരുന്നുണ്ട്. ആപ്പിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റോഡിൽ കാണുന്ന ഇത്തരം കാര്യങ്ങളുടെ വിഷ്വൽ അയച്ചു കൊടുത്താൽ നടപടി ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇനി അങ്ങനെ ബാക്കിലെ ക്യാമറയിൽ ഇതുപോലെ പിടിച്ചു വരുന്ന വിഷ്വലുകൾ എടുത്ത് ഈ ആപ്പിൽ കാണിച്ച് അതൊരു ബോധവൽക്കരണം. നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരുപാട് നേരം കിടന്ന് ഇട്ട് കളിക്കുന്ന ആ വീഡിയോകളെല്ലാം നമ്മളെടുത്ത് കൊടുക്കാറുണ്ട്, MVDക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് ചില കേസൊക്കെ നടപടികൾ എടുക്കാറുമുണ്ട്, ഫൈൻ അടിച്ച് അതിൻ്റെ റിപ്ലൈ നമുക്ക് അന്നേരം വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം വെച്ചോട്ടെ, ഈ നിലവിളി ശബ്ദം ഇടുക എന്ന് പറയുന്നത് പലർക്കും പേടി. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മദറല്ലോ ഒരിക്കൽ ഇവിടെ EMCയിൽ നിന്നും അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പുള്ളിക്കാരി വലിയ പ്രശ്നമുണ്ട്. പക്ഷേ ഈ ശബ്ദം കേട്ടപ്പോൾ അത് ഓഫ് എന്നും പറഞ്ഞായിരുന്നു. കാരണം അതങ്ങനെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും സൗണ്ട് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഉണ്ട്. പിന്നെ പേഷ്യൻ്റെ കണ്ടീഷൻ ഒരു ഡിസ്ചാർജ് കേസിനൊന്നും ഇടാറില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഡെത്ത് മരണമാണെങ്കിലും അതിൻ്റെ ആവശ്യം വരുന്നില്ല. കൂടുതലും ഒന്നെങ്കിൽ കേസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ഡീപ്പ് സൗണ്ട് ഉണ്ട്, ആ സൗണ്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഡീപ്പ് ഇട്ട് പോകും. പിന്നെ പേഷ്യൻ്റ് കയറി കഴിയുമ്പോഴാണ് സൈറൺ മാറ്റി യൂസ് ചെയ്യുന്നത്. അതിന് ഓരോ മെത്തേഡുണ്ട്, ഇതനുസരിച്ച് ഇട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറി സ്വന്തം വണ്ടി ഓടിച്ചൊരു കാര്യത്തിന് മുമ്പ് ഇതേപോലെ പോകാൻ തോന്നാറില്ലേ? അങ്ങനെ തോന്നാറൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. തോന്നാറുണ്ട്. ബ്ലോക്കിലൊക്കെ കിടക്കാൻ ദേഷ്യം വരും, ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ വിട്ടുപോകാറുന്നൊക്കെ ഇത് വരും. എന്നാലും വളരെ സന്തോഷം. അപ്പോൾ ഇപ്പോൾ രാവിലെ കൊല്ലത്തുനിന്ന് വരുന്ന വഴിയാണ് ഞാനിപ്പോൾ പിടിച്ചത്. ഇപ്പം നേരെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം, കളമശ്ശേരിക്ക് പോകണം. അപ്പോൾ എന്തായാലും ഞങ്ങളുടെയൊക്കെ ജീവൻ വീണ്ടും തുടർന്ന് രക്ഷിക്കുക. ഒരിക്കലും ഇതിൽ യാത്ര ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആവശ്യം വന്നാൽ വിളിക്കാനും. അതെ. ഈ രാത്രിയിൽ മറ്റേ മരിച്ചവരുടെ പ്രയോഗം അങ്ങനെ വല്ലതും വരുന്നില്ല. കൂടെ ഉള്ളവരോ മനുഷ്യന്മാരോ മാത്രമേ പേടി, ജീവിച്ചിരിക്കുന്നവരെ പേടിച്ചാൽ മതി, അല്ലാതെ പേടിക്കേണ്ട കാര്യത്തില്ല. നിങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്ക് ഇതിങ്ങനെ ഓടിച്ചോ പുറയുന്ന ഒരാൾ വന്ന് ഇങ്ങനെ അങ്ങനെയൊന്നും തോന്നാറില്ല. സംഭവം ഉണ്ടായിട്ടുണ്ട്. ആണല്ലേ? തിരുവനന്തപുരത്താണോ എവിടെയാണെന്ന് അറിയില്ല. ഇത് കണക്കൊരു കേസ് കഴിഞ്ഞിട്ട് വണ്ടി റിട്ടേൺ വരുന്ന സമയമാണ്. പക്ഷെ മെച്ചൊരു തലയ്ക്ക് പ്രോബ്ലം ഉള്ള ഒരാൾ പേഷ്യൻ്റ് ഇറക്കി കഴിഞ്ഞതിന് ശേഷം വണ്ടിക്കകത്ത് കയറി ഇരുന്നു. വണ്ടിക്കാരൻ കണ്ടില്ല, ആരും കണ്ടില്ല. വണ്ടി പോകുന്ന വഴിക്ക് അകത്തുനിന്ന് തട്ടി. ഡ്രൈവറുടെ കിളി പെട്ടെന്ന് പോവാ, അത് സ്വാഭാവികം. എത്ര ബലമുള്ളവനാന്ന് പറഞ്ഞാൽ കിളി പോവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. തമാശക്കാണെങ്കിലും നടന്നൊരു കേസാണ്. ഞാനൊക്കെയാണ് അപ്പൊ തീർന്നു. പിന്നെ നമ്മളെ കൊണ്ടുപോകാൻ നിലവിളി ശബ്ദം ഇട്ടുണ്ട് നടന്നിട്ടുള്ളൊരു കേസാണ് സംഭവം. തിരുവനന്തപുരം ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അത് ഓർമ്മ വരുന്നില്ല. നടന്നൊരു സംഭവം. അപ്പൊ എന്നാലും വളരെ സന്തോഷം. ഈ പറഞ്ഞ പോലെ ഇനി നമുക്ക് വീണ്ടും കാണാമെന്ന് പോലും കാണാൻ ഇടമുണ്ടാവാതെ ഇരിക്കട്ടെ. അപ്പൊ താങ്ക് യു. ഓക്കെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഞാൻ ടൂർ മാക്സിനെ പറ്റി പറയുകയാണ്. ഗംഭീരമായ ഡെസ്റ്റിനേഷനുകളാണ് ടൂർ മാക്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡെസ്റ്റിനേഷനിൽ എവിടേക്ക് പോകണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കുക, എന്നിട്ട് യാത്രയ്ക്ക് ഒരുങ്ങുക. കൂടാതെ ഓഗസ്റ്റ് 6 കസാഖിസ്ഥാൻ ആണെങ്കിൽ ഞാനും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, നന്ദി, നമസ്കാരം.